ഇന്നലെ അന്തരിച്ച നേതാവിന്, ജനപ്രിയ നേതാവിന് ആദരവ് അർപ്പിക്കുവാനുള്ള ജനക്കൂട്ടത്തെയാണ് ഇപ്പോൾ ദർബാർ ഹാളിൽ കാണുന്നത്. ദർബാർ ഹാളിന് പുറത്തും നൂറുകണക്കിന് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധി തത്സമയം ചേരുകയാണ്. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ഈ 2 മണിക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര ആലപ്പുഴയ്ക്ക് തിരിക്കേണ്ടതാണ്. ഇപ്പോഴത്തെ ആൾക്കൂട്ടം അനുസരിച്ച് അത്തരം സമയക്രമത്തിൽ നിൽക്കാൻ കഴിയുമെന്നാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? SKN അങ്ങനെ പ്രതീക്ഷിക്കാൻ ഈ ഒരു ഘട്ടത്തിൽ കഴിയില്ല. കാരണം നമ്മൾ രാവിലെ കുന്നുകുടിയിൽ അദ്ദേഹത്തിന്റെ വേലിക്കകത്ത് എന്ന മകന്റെ അരുൺകുമാറിന്റെ വീട്ടിൽ നിന്ന് ആ മൃതദേഹം എടുക്കുന്ന സമയം വരെ അത് കൃത്യം തന്നെയായിരുന്നു. അതിലേതാണ്ട് ഒരു നിമിഷം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വൈകിയിരുന്നില്ല. ഒരു 9 മണി എന്ന് പറഞ്ഞാൽ ഒരു 9:30 മണിയോടുകൂടി തന്നെ ആ മൃതദേഹം ഇവിടെ സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലേക്ക് എത്തിക്കാൻ നമുക്ക്, അല്ലെങ്കിൽ ഈ സംവിധാനങ്ങൾക്ക്, സർക്കാർ സംവിധാനങ്ങൾക്കും പാർട്ടിക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കാണും, അതേസമയം നിലപാടിൽ നിന്ന് ഒരിഞ്ച് പോലും മാറത്തില്ല. കടുകിട മാറാത്ത ശക്തനായ നേതാവായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം കേരള സമൂഹത്തിന് ഏറ്റവും വലിയ നഷ്ടമാണ് എന്ന് കണക്കാക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. രാധാകൃഷ്ണൻ MLA സംസാരിക്കുകയായിരുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ തുടരുന്നു. ശ്രീജിത്തെ, നൂറുകണക്കിന് ആളുകൾ ഇപ്പോഴും ദർബാർ ഹാളിന് പുറത്തുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോഴും ആളുകൾ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കാസർഗോഡ് നിന്നൊക്കെ ആളുകൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവസാനമായി അദ്ദേഹത്തിന് ഒരു നോക്ക് കാണുവാൻ വേണ്ടി എത്തിയിരിക്കുന്നു നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ആദരാഞ്ജലികൾ അർപ്പിച്ചതിന് ശേഷം മാത്രമേ അവിടെ നിന്ന് വിലാപയാത്ര ആരംഭിക്കാനുള്ള സാഹചര്യമുള്ളൂ. വിവരങ്ങൾ? അതേ SKN, ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും ആദരാഞ്ജലി അർപ്പിച്ചതിന് ശേഷം കാത്തു നിൽക്കാൻ മണിക്കൂറുകളോളം ആളുകൾ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പാളയം കടന്ന് ഈ ക്യൂ പോയി കഴിഞ്ഞു. ഇന്നലെ രാത്രി AKG സെന്ററിൽ നിന്നും ഈ മൃതദേഹം ഇറക്കി തൊട്ടടുത്ത വസതിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും തന്നെ വളരെ നേരെ വിരുട്ടിയിരുന്നു. അതായത് കണക്കൂട്ടലുകളൊക്കെ തെറ്റിച്ച് VSനെ കാണാൻ, അവസാനമായി ഒരു നോക്ക് കാണാൻ വിവിധ മേഖലകളിൽ നിന്ന്, വിവിധ തുറകളിൽ നിന്ന് ആളുകൾ ഈ മേഖലയിലേക്ക്, ദർബാർ ഹാളിലേക്ക് ഒഴുകിയെത്തുന്നു എന്ന് നമുക്ക് നിസ്സംശയം ഈ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയും. സെക്രട്ടേറിയറ്റിന്റെ ഒരു ഗേറ്റിലൂടെ മാത്രമാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. ബാക്കി ഒഫീഷ്യൽസ് അടക്കമുള്ള ആളുകൾക്ക് മറ്റൊരു ഗേറ്റിലൂടെയും പ്രവേശനം ഉണ്ട്. എന്തായാലും ഇപ്പോഴും അണമുറിയാത്ത ഒരു ജനക്കൂട്ടത്തെ തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്. നമ്മളിവിടെ രാവിലെ മുതൽ വന്നു നിൽക്കുമ്പോൾ ഉള്ള അതേ ജനക്കൂട്ടം, ഒരു വ്യത്യാസവുമില്ലാതെ അവരുടെ മുഖങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ, അവരുടെ ചലനങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ. ചില ആളുകൾ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കി കടന്നു പോകുന്ന ആ കാഴ്ച കാണുന്നുണ്ട്. നേരത്തെ ജോസഫ് സി മാത്യു സൂചിപ്പിച്ചതുപോലെ യുവാക്കളാണ് കൂടുതൽ ഏറ്റവും അധികം VSന് കണ്ണേ കരളെ VSA എന്ന മുദ്രാവാക്യം മുഴക്കി അന്തിമോപചാരം അർപ്പിക്കാൻ കടന്നു വരുന്നു, അല്ലെങ്കിൽ അണമുറിയാത്ത തരത്തിലുള്ള തൊണ്ട പൊട്ടുമാറുച്ചത്തിലുള്ള മുദ്രാവാക്യം VSന് മുഴക്കുന്നു. അതായത് യുവത്വത്തിന്റെ ഒരു സമരമുഖം തന്നെയായിരുന്നു. യുവത്വത്തിന് എങ്ങനെയാണ് സമരം എന്നത് കാണിച്ചു കൊടുത്തത്, സമരം ചെയ്യാൻ എങ്ങനെയാണെന്നത് പഠിപ്പിച്ചു കൊടുത്ത ഒരു നേതാവ്, സഖാവ്, ആ ഒരു തരത്തിൽ തന്നെയാണ് അവർ കാണുന്നത്. വിവിധ തുറകളിൽ നിന്നുള്ള ആളുകൾ ഇപ്പോഴും കടന്നു വരികയാണ്. ഈ ജനക്കൂട്ടത്തെ പൂർണ്ണമായ രീതിയിൽ ഈ മൃതദേഹം കാണിച്ച് അന്തിമോപചാരം അർപ്പിക്കാൻ അവസരം ഒരുക്കിയതിനു ശേഷം മാത്രമേ ഇവിടെ നിന്ന് കൊണ്ടുപോകുകയുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് പാർട്ടി അത്തരത്തിലുള്ള നിർദ്ദേശം ഇപ്പോൾ തന്നെ നൽകി കഴിഞ്ഞു. റെഡ് വോളണ്ടിയേഴ്സ് എല്ലാം തന്നെ സജ്ജമാണ്. അദ്ദേഹത്തെ കൊണ്ടുപോകാനുള്ള വാഹനം KSRTC ബസ് അല്പസമയം മുൻപ് ഇവിടെ വന്നിരുന്നു. പക്ഷേ അതിൽ ചില ആൾട്ടറേഷൻസ് ഉണ്ട്, അതിൽ കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ പുറത്തുനിന്ന് കാണുന്ന ആളുകൾക്ക് ആ മൃതദേഹം കാണുന്നതിൽ ചെറിയൊരു കാഴ്ചാ തടസ്സം ഉണ്ടാക്കുമെന്ന് മന്ത്രി ഗണേഷ് കുമാർ തന്നെയാണ് തിരിച്ചറിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ ആ വാഹനം ആൾട്ടറേഷൻ, ആ കൂളിംഗ് ഒട്ടിച്ച കൂളിംഗ് മാറ്റാൻ വേണ്ടി ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് എന്ന് ഒരു കണക്ക് മാത്രമാണ്. സ്വാഭാവികമായി ആ കണക്ക്, ആ ഒരു സമയത്തിന്റെ കണക്കൊക്കെ തെറ്റാനുള്ള സാധ്യതയുണ്ട്. ഇതിനുശേഷം തൊട്ടടുത്ത് ശ്രീജിത്ത് ശ്രീകുമാരനാണ് ദർബാർ ഹാളിന് പുറത്ത് നമുക്കൊപ്പം ചേർന്നത്.